നമസ്കാരം, സിനൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരൽപ്പം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തത്. ആദ്യം നമുക്ക് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ടിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇടഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് പഞ്ചസാരയും ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പാലും തൈരും കൂടെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും എല്ലാം കൂടെ ചേർത്ത് വെച്ച ഈ മിക്സ് അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് എടുക്കണം. ഈ മാവ് ഒന്ന് തിക്കാവുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പാലിൻ്റെ ബാക്കി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് റെഡിയാണ് നമ്മുടെ. ഇനി നമുക്ക് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ സിലിക്കണിൻ്റെ കപ്പ് കേക്ക് മോൾസാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് കപ്പ് കേക്ക് ലൈനർ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് വയ്ക്കാം. നമ്മുടെ കയ്യിൽ കപ്പ് കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ കപ്പ് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഇതുപോലെ മാവ് എടുത്തിട്ട് അത് നമ്മുടെ കപ്പ് കേക്കിൻ്റെ ലൈനറിനുള്ളിലേക്ക് വേറൊരു ചെറിയ സ്പൂൺ കൊണ്ട് നീക്കി വയ്ക്കാം.
ഇതല്ലാതെ വേറൊരു രീതിയിൽ കൂടെ നമുക്ക് ഈ മാവിനെ കപ്പ് കേക്കിനുള്ളിലാക്കാം. അത് ഇതുപോലെ പ്ലാസ്റ്റിക് ബാഗിലോ സിപ്പ് ലോക്ക് ബാഗിലോ ഇതുപോലെ മാവെടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് സിസർ വെച്ചോ നൈഫ് വെച്ചോ കട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കപ്പിനുള്ളിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കപ്പിൻ്റെ 1/4 ഭാഗത്തോളം മാവ് നിറയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് ചിപ്സും കൂടെ അതിന് മുകളിലേക്ക് ഇടാം. ഓവൻ 180 degrees Celsius പ്രീഹീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കപ്പ് കേക്ക്സ് 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ടോ നൈഫ് കൊണ്ടോ ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ കപ്പ് കേക്ക് കുക്കായി എന്നർത്ഥം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് കുക്കായി കഴിഞ്ഞു. Our yummy chocolate cupcakes are ready. Thank you for watching. Please like, share and subscribe. Take care and bye.